ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ Ennilea Veettamma By Athira. ഇന്നത്തെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഇന്നത്തെ ദിവസം നല്ല ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ദിവസമായിരുന്നു. ഒരുപാട് നേരം സന്തോഷത്തോടെ എൻ്റെ മകളുമായി ചിലവഴിച്ച ഒരു ഡേ ആയിരുന്നു. കുട്ടികളെ കൊണ്ട് എങ്ങനെ സന്തോഷത്തോടെ അടുക്കളയിൽ ജോലികൾ ചെയ്യാം എന്നുകൂടി ഈ വീഡിയോയിൽ കാണാം. എൻ്റെ മകൾക്ക് ഇപ്പോൾ 2.5 വയസ്സാണ്. ചെറിയ കുട്ടികളുമായി വീട്ടുജോലികൾ ചെയ്യുമ്പോൾ ധൃതി പിടിച്ച് ചെയ്യാൻ കഴിയില്ല, സാവധാനമേ ചെയ്യാൻ കഴിയൂ. ഈ കൺസെപ്റ്റ് അമ്മമാരായ നമ്മൾ ആദ്യം തന്നെ അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. എൻ്റെ കുട്ടിയുടെയും കുളിയൊക്കെ കഴിഞ്ഞു. അപ്പം ഞാൻ ലോഷന് കയ്യിലും മുഖത്തൊക്കെ അപ്ലൈ ചെയ്യാണ്. അപ്പം നല്ല വെയിലുള്ള ടൈമാണ്, ചൂട് കൂടുതലാണ്. അപ്പം നന്നായിട്ട് സ്കിന്നൊക്കെ ഡ്രൈ ആവും. അപ്പം ഞാൻ ലോഷൻ അപ്ലൈ ചെയ്തു. അതിനുശേഷം കമ്മലിടുകയാണ്. പിന്നെ ഒരു ചെറിയ പൊട്ടും ഇടുന്നുണ്ട്. ദേ ഈ ചെറിയ കുപ്പിക്കകത്ത് പൊട്ടാട്ടോ ഇടുന്നത്. ബ്ലാക്ക് കളർ പൊട്ടാണ് ഇടുന്നത്. പിന്നെ മെറൂൺ കളർ ഞാൻ സിന്ദൂരാക്കിയിട്ടാട്ടോ ഇത് ഇടുന്നത്. എൻ്റെ നീഹക്കുട്ടിയുടെ സ്കിന്നിൽ മാമർത്തിൻ്റെ ലോഷനാണ് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ നീക്കുട്ടി ഈ ഡ്രസ്സാണ് ഇടാൻ പോകുന്നത്. നീക്കുട്ടി ഡ്രസ്സ് മാറ്റിയതിന് ശേഷം അവൾ പൊട്ടിടാൻ വേണ്ടിയിട്ട് പൊട്ട് ബോക്സ് സെറ്റ് വരിക കേട്ടോ, തുറന്നു കൊടുക്കാൻ പറയുകയാണ്. അപ്പോൾ അവൾക്ക് റോസ് കളറുള്ള പൊട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഈ പൊട്ടിൻ്റെ ബോക്സ് നീക്കുട്ടിയുടെ അമ്മമ്മ ഗിഫ്റ്റായി കൊടുത്തതാണ്. അപ്പോൾ ഞാൻ പൊട്ടൊക്കെ ഇട്ട് കൊടുത്തു. ഇത് മതിയോ? മാല എവിടെ? നീ ഇത് കയ്യിലിട്. ഓക്കെ. ഇപ്പം നീക്കുട്ടി ഇട്ടിരിക്കുന്ന വളയും മാലയൊന്നും അവളെ കയ്യിലോ കഴുത്തിലോ ഒന്നും കാണില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ അവൾ തന്നെ എവിടെയും ഊരിയിടും. പിന്നീട് ഞാൻ ബെഡ്ഷീറ്റൊക്കെ മാറ്റുകയാണ്. അതിനുശേഷം ഞാൻ ബെഡ്ഷീറ്റൊക്കെ മാറ്റി പുതിയ ബെഡ്ഷീറ്റ് ഇട്ടു. നീക്കുട്ടി നേരത്തെ എണീറ്റ കാരണം അവൾക്ക് കൊട്ടായിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നീട് ഞാൻ റൂമിനകത്തെ കർട്ടൻ മാറ്റുകയാണ്. അപ്പോൾ റൂമിനകത്തേക്ക് നല്ല വെളിച്ചം കിട്ടും. അതിനുശേഷം ഞാനൊരു തുണിക്കയർ ഉപയോഗിച്ച് കർട്ടൻ കെട്ടി വയ്ക്കുകയാണ്. പിന്നെ എല്ലാ ദിവസവും ഞാൻ ജനവാതിൽ തുറന്നിടും. അപ്പോൾ റൂമിനകത്തേക്ക് നല്ല ഫ്രഷ് എയർ ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ റൂമിനകത്തെ ബാഡ് സ്മെല്ലൊക്കെ പുറത്തേക്ക് പോവുകയും ചെയ്യും. അതേസമയം നെയ്ക്കുട്ടി ഇതാ ബെഡുമ്മേ കളിക്കുന്ന സാധനമൊക്കെ വെച്ച് കളിക്കുകയാണ്. ഈ പാവക്കുട്ടിയുടെ മേൽ ഇഞ്ചക്ഷൻ വെക്കുകയാണ് ആൾ. പിന്നീട് ഞാൻ എൻ്റെ സ്റ്റഡി ടേബിളൊക്കെ വൃത്തിയാക്കി വെക്കുകയാണ്. പിന്നെ ഈ കാണുന്ന പേപ്പർ കഷ്ണങ്ങളൊക്കെ ഞാൻ തലേ ദിവസം പഠിച്ച കാര്യങ്ങളും പെട്ടെന്ന് മറന്നു പോകുന്ന ക്വസ്റ്റ്യൻസൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ ഈ കാണുന്ന ബോർഡിൽ നെയ്ക്കൂട്ടി വരച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടെസ്റ്റാണ് ഈ കാണുന്നത്. PSCയുടെ ലാൽസ് അക്കാഡമിയുടെ ടെക്സ്റ്റ് ബുക്കാണ് ഇത്. ജനറൽ നോളജ് ടോപ്പിക് വൈസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ബാങ്കാണ്. 2000 മുതൽ 2019 വരെയുള്ള വിവിധ നിലവാരത്തിലുള്ള PSC പരീക്ഷകളിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ടോപ്പിക് വൈസ് ആയിട്ടാണ് ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത്. ഈ ടെസ്റ്റിലെ പേജ് നമ്പർ 8 മുതൽ പേജ് 15 വരെ ഞാൻ ഇതുവരെ പഠിച്ച ഭാഗങ്ങളാണ് കേട്ടോ. എനിക്ക് പഠിക്കാൻ വേണ്ടി ഈ ടെക്സ്റ്റ് ബുക്ക് നൽകിയിരിക്കുന്ന വിജയമ്മയാണ്. അമ്മായിക്ക് നന്ദി. തിരുമ്പാനുള്ള തുണികളൊക്കെ റൂമിൽ നിന്ന് ഞാൻ മാറ്റി. പിന്നെ വേഗം അടുക്കളയിലോട്ട് പോയി നീക്കുട്ടിക്ക് വേണ്ടി അമൃതപ്പൊടി ഉണ്ടാക്കുകയാണ്. അതിനു വേണ്ടി ഒരു പാത്രമൊക്കെ എടുത്തിട്ടുണ്ട്. നീക്കുട്ടി എൻ്റെ കൂടെയുണ്ട് കേട്ടോ. അവൾ വീതനയുടെ മേലെ കയറിയിരിക്കുകയാണ്. ഒഴിക്കുന്നുണ്ട്. ഇളക്ക്
ഞാൻ മതി നീഹേ മതിയോ? വെള്ളം കുറച്ചൊക്കെ ഒഴിച്ചിട്ടുണ്ടേ. ഞാൻ ഇളക്കാം. നീ ഇളക്ക്. ഇതെനിക്കാ ഇളക്കാന്? ചെറിയ കുട്ടികൾക്ക് അവരുടെ കളിപ്പാട്ടം കൊണ്ട് കളിക്കുന്നതിനേക്കാളും വളരെയധികം ഇഷ്ടം അടുക്കളയിലെ പാത്രം കൊണ്ട് കളിക്കുന്നതായിരിക്കും കേട്ടോ. നീക്കുട്ടി അതുപോലെ തന്നെയാണ്. അമ്മമാർ ചെയ്യുന്ന എല്ലാ പണികളും അവരിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ ചെയ്യാനും അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. കുഞ്ഞു മക്കളാണെങ്കിൽ പോലും അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ജോലികൾ അവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ സേഫായ രീതിയിൽ ചെയ്യട്ടോ. എല്ലായ്പ്പോഴും വീട്ടുജോലികൾ ചെയ്യുമ്പോൾ ഇത് പോസിബിളായിട്ടുള്ള കാര്യമല്ല. എങ്കിൽ കൂടിയും നമ്മൾ റിലാക്സ് ആയിട്ട് ജോലികൾ ചെയ്യുമ്പോൾ അവരെയും കൂടി ഉൾപ്പെടുത്താം. പിന്നീട് ഞാൻ ഹോളത്തെ ജനവാതിൽ തുറന്നിടാണ് ഫ്രഷ് എയർ ലഭിക്കാൻ വേണ്ടിയിട്ട്. നീക്കുട്ടി പാലുകൂടിയൊക്കെ നിർത്തിയ ടൈമാട്ടോ ഇത്. അപ്പോൾ നീക്കുട്ടി ഇപ്പോൾ തനിയെ അമൃതപ്പൊടി കഴിച്ചോളാമെന്ന് പറയുകയാണ്. പിന്നീട് ഞാൻ വേഗം തന്നെ പുട്ടുണ്ടാക്കാൻ തുടങ്ങിയിട്ടോ. അപ്പോഴേക്കും അച്ഛൻ കടയിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നീക്കുട്ടി ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് അവൾ അച്ഛൻ്റെ അടുത്തേക്ക് പോയി. പുട്ട് ഗ്യാസിനാണ് വെക്കുന്നത്. പിന്നീട് ഞാൻ വേഗം തന്നെ അടുപ്പിലെ വെണ്ണൂറൊക്കെ മാറ്റി തീ കത്തിച്ച് വേഗം ചോറിന് വെള്ളം വെച്ചു. ചായയും ഒരു സെറ്റ് പുട്ടും റെഡിയായിട്ടും. അപ്പോഴേക്കും നീക്കുട്ടി എന്നെ അന്വേഷിച്ച് വന്നു. അവൾക്ക് പുട്ടുംപൊടി പുട്ടുംകുറ്റിയിലേക്ക് ഇടണമെന്ന് പറഞ്ഞ് അവൾ തന്നെ സ്പൂൺ ഉപയോഗിച്ച് സ്വയം പുട്ടുപൊടി ഇടാൻ തുടങ്ങിയിട്ടു. പിന്നെ നമ്മൾ ചെയ്യുന്ന പോലെ പെർഫെക്റ്റായിട്ട് ചെറിയ കുട്ടികൾക്ക് പറ്റില്ല എങ്കിലും അവർ ചെയ്യുന്ന കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. പിന്നെ ചെറിയ മക്കളെ നമ്മുടെ ജോലികളിൽ ഉൾപ്പെടുത്തുമ്പോൾ ഒരു പണി 2 പണിയൊക്കെ അവർ നമ്മുടെ കയ്യിൽ തരും. അന്നേരം കുറച്ച് ക്ഷമ കാണിക്കുക. പിന്നീട് ഉപ്പേരിക്ക് വേണ്ടി വഴുതനങ്ങ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നീക്കുട്ടിയും പുറത്തിറങ്ങി കേട്ടോ. ഏത് യെല്ലോ കളറിലുണ്ടോ അവിടെ? ഗ്രീൻ അല്ലേ കളറ്? എടുക്കണല്ലേ? ഗ്രീനോ? ഇനി 2 ഉണ്ടോ അവിടെ? അതെ, അത് പൊട്ടിക്കണോ? അതിനിടെ നീക്കുട്ടി മുളക് പൊട്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. വഴുതന പാത്രം കയ്യിൽ പിടിച്ചിട്ട് പിന്നെ പൊന്നുന്നില്ലയോ പറഞ്ഞിട്ട് എനിക്കൊന്ന് തന്നു കേട്ടോ. പിന്നീട് കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു. അത് കഴുകി വെച്ച് പിന്നെ അടുക്കളയൊന്ന് വേഗം അടിച്ചു വാരിയിട്ടു. അപ്പോഴേക്കും നീക്കുട്ടി ചായ കുടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അവൾ കൊച്ചുട്ടിയിൽ കണ്ടുകൊണ്ട് പുട്ട് കഴിക്കുകയാണ് കേട്ടോ. വെള്ളം തിളച്ച് കഴിഞ്ഞ് വേഗം കുടിക്കാനുള്ള വെള്ളം ജഗ്ഗിലേക്ക് മാറ്റി വയ്ക്കും. അതിനുശേഷം അരിയിടും. അപ്പോഴേക്കും അമ്മ ഇത് വഴുതനങ്ങയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അച്ഛൻ മീൻ കൊടുന്നിരുന്നു. മത്തിയും പിന്നെ മാന്തൾ, അങ്ങനെ 2-3 ഐറ്റം മീനുകളും ഉണ്ടായിരുന്നു. പിന്നെ ഈ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഞാൻ ചെവിയിൽ വെച്ചിട്ട് മീൻ മുറിക്കുന്ന നേരം ഞാൻ യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത PSC ക്ലാസ്സുകളൊക്കെ ഇരുന്ന് കേൾക്കും. ഞാൻ മീൻ നന്നാക്കി വന്നപ്പോഴേക്കും അമ്മ മുരിങ്ങക്കായ കറിക്ക് വേണ്ടി മുറിച്ച് വെച്ചിരുന്നു. പിന്നെ ചോറ് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നീക്കുട്ടി എന്നെ തിരക്കി വന്നു. അവൾക്ക് കറിയിലൊക്കെ മസാല ഇടുന്നത് അത് ഇളക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. അതൊക്കെ അവൾ തന്നെ ചെയ്യാമെന്ന് പറയും. അപ്പോൾ ആൾ എൻ്റെ കൂടെ ആദ്യത്തെ പോലെ വീതൻ്റെ മേലെ കയറിയിരിക്കുക കേട്ടോ. ചെമ്മീനും മുരിങ്ങക്കായും കറി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. ചെമ്മീൻ കുറച്ചുള്ളൂ, എങ്കിൽ പോലും ആ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. അതിപ്പോൾ എന്താ ഇട്ടത്? ഈ ഇളക്കുന്നേ അതെ, കുറുക്ക് ഓടി വന്നു. ഞാൻ ഇളക്കാം. അത് പറ്റല്ലേ കുഞ്ഞു? ഓക്കെ. ബാക്കിയുള്ള മീനിൽ മസാല തേച്ച് വറക്കുക കേട്ടോ. ഇതെന്ത് പൊടിയാ? മല്ലിപ്പൊടിയോ? ഉപ്പിട്. ഉപ്പിട്ടാ ഇനി മതിട്ടാ.
മുളക് പൊടി അങ്ങനെ നീക്കുട്ടിയുടെ കയ്യിൽ കൊടുക്കാറില്ല കേട്ടോ, എരിയുന്ന പേടിച്ചിട്ട്. കളിക്കലട്ടാ. പിന്നെ ഞാൻ വേഗം വഴുതനങ്ങ ഉപ്പേരി ഉണ്ടാക്കും. നീക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വഴുതനങ്ങ ഉപ്പേരി. അതുണ്ടെങ്കിൽ അവൾ നല്ലോണം ചോറ് കഴിക്കിട്ടും. പിന്നെ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് ചട്ടി വെച്ച് മീൻ വറുക്കുന്നുണ്ട്. പിന്നെ വേഗം വഴുതനങ്ങയിൽ മസാല തേച്ചിട്ട് പൊരിക്കാൻ വേണ്ടിയിട്ട്. ചെമ്മീനും മുരിങ്ങക്കായും നല്ലോണം വെന്തുണ്ട്, അപ്പം ഞാൻ തേങ്ങ അരച്ച് ചേർക്കുകയാണ്. പിന്നെ നീക്കുട്ടി കഞ്ഞി വേണമെന്ന് പറഞ്ഞപ്പോൾ കഞ്ഞിയും വഴുതനങ്ങ ഉപ്പേരിയാണ് അവൾക്ക് കൊടുത്തത്. അവൾ ഒറ്റയ്ക്കിനെ കഴിച്ചോളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വഴുതനങ്ങ ഉപ്പേരി അവൾക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അന്ന് കൊടുത്ത കഞ്ഞി മുഴുവനും അവൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, വഴുതനങ്ങ ഉപ്പേരി കൂടിയിട്ട്. മീൻ വറുത്ത് വെച്ചു. പിന്നെ വഴുതനങ്ങ മസാല തേച്ച് പൊരിക്കട്ടെ, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ കറികളൊക്കെ റെഡിയായി. അതിനുശേഷം ഞാൻ അടുക്കള ഒന്ന് ക്ലീൻ ചെയ്തിട്ടു. പിന്നെ വേഗം ചോറ് കഴിച്ചു. എൻ്റെ കൂടെ നീക്കുട്ടിയും ചോറുണ്ണാൻ വേണ്ടി ഇരുന്നിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് വീടൊന്നാകെ അടിച്ചു വാരി തുടച്ചിട്ടത്. നല്ല കാറ്റുള്ള ടൈമായിരുന്നു. അപ്പോൾ ഞാനും നീക്കുട്ടിയും കൂടി അടുത്തുള്ള മാവിൻ്റെ ചുവട്ടിൽ പോയിട്ട് മാങ്ങ പെറുക്കായിരുന്നു കേട്ടോ. ഇങ്ങനെ നീക്കുട്ടിയുടെ കൂടെ മാങ്ങ പെറുക്കാൻ പോകുമ്പോൾ എൻ്റെ കുട്ടിക്കാലമായിട്ട് ഓർമ്മ വരുന്നത്. തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ വഴുതനങ്ങ തൈയുടെ മേലെ ഒരു ഓന്തിനൊക്കെ ഉണ്ട്. അത് ഞാൻ നീക്കുട്ടിക്ക് കാണിച്ചു കൊടുത്തിട്ടോ. ഇങ്ങനെയുള്ള ജീവികളെയൊക്കെ കാണിച്ചു കൊടുക്കുന്നത് അവർക്ക് പുതിയൊരു കാഴ്ചയും പുതിയൊരു അനുഭവമായിരിക്കും കേട്ടോ, ചെറിയ മക്കൾക്കൊക്കെ. കുറച്ചും കൂടി വലിയ മക്കളാണെങ്കിൽ അവർക്ക് നമുക്ക് ഓന്ത് എവിടെയാണോ ഇരിക്കുന്നത് അതിനനുസരിച്ച് ഓന്തിൻ്റെ നിറം മാറിക്കൊണ്ടിരിക്കും എന്നൊക്കെ പറഞ്ഞു കൊടുക്കട്ടെ. അവർക്ക് പുതിയൊരു അറിവായിരിക്കും. ഓന്തിന്റെ കളർ എന്താ? നമ്മൾ നമ്മുടെ മക്കളെ പ്രകൃതിയുമായി ഇണക്കി വളർത്താൻ ശ്രമിക്കുക. ചെറിയ മക്കൾക്ക് നമ്മൾ നിത്യവും കാണുന്ന ജീവജാലങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കുക. കുടിക്കാൻ വന്നതാ? ആര്? കുഞ്ഞിക്കിളി അല്ലേ? എന്ത് രസാലേ കാണാന്. പടിയേ പൂ പൊട്ടിക്കണ്ട. മോൾക്ക് കിളികളെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചെറുപ്പത്തിൽ ഞാൻ അവൾക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കാറുണ്ട്. പിന്നീട് കിട്ടിയ മാങ്ങയൊക്കെ നന്നായി വൃത്തിയാക്കി കഴുകിയതിന് ശേഷം ചെറുതായി കട്ട് ചെയ്യാണ് കേട്ടോ. അതിനുശേഷം കുറച്ച് ഉപ്പും മുളകുപൊടിയും 2 സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് വെയിലത്ത് വെക്കുകയാണ് കേട്ടോ. ഇങ്ങനെ വെയിലത്ത് വെച്ച് ഈ മാങ്ങ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ചെറുപ്പകാലത്തൊക്കെ ഞാൻ ഒരുപാട് തവണ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, അധികം കുട്ടികളും ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. നിങ്ങളും ഇതുപോലെ ചെയ്തിട്ടുണ്ടാവില്ലേ? സത്യം പറഞ്ഞാൽ ചെറുപ്പകാലമാണ് ഓർമ്മ വരുന്നത്. പിന്നീട് ഞാൻ മാങ്ങ വെയിലത്ത് വെച്ചു. എൻ്റെ കൂടെ നീക്കുട്ടിയും ഉണ്ട്. നീക്കുട്ടിനെ അങ്ങനെ ടെറസിന് മുകളിലേക്ക് കയറ്റാറില്ല. അഥവാ കയറിയാൽ തന്നെ നീക്കുട്ടിക്ക് താഴത്തേക്ക് ഇറങ്ങാൻ ഭയങ്കര മടിയാണ്. പിന്നീട് നീക്കുട്ടി ഒരു ബോക്സിനകത്ത് മീനുണ്ട് പറഞ്ഞിട്ട് എനിക്ക് മീൻ കാണിച്ചു തരും കേട്ടോ. അവളുടെ അച്ഛൻ്റെ മീനാണത്. എവിടെ മീനുണ്ടല്ലേ? ഒരു മീനല്ലേ ഉള്ളു? മീനുണ്ടല്ലേ? കണ്ട് ഭാവിക്ക് കാണിച്ചു കൊടുക്ക. ഇല്ല, കുളത്തേക്ക് വീഴണ്ട കേട്ടോ. അല്ല, മാവ കുളത്തേക്ക് വീണാൽ എന്താ സംഭവിക്കുക? മീൻ കുത്തുവോ? അത് തേങ്ങയാണ്. അമ്മ ഫോട്ടോസ് എടുത്തിട്ടോ തേങ്ങ. അത് തേങ്ങ താഴത്തേക്ക് പോവുക. അതെന്താടോ താഴത്തേക്ക് പോവുക? പറഞ്ഞ കേട്ടാ മതി, അല്ലെങ്കിൽ ഇവിടുന്ന് താഴത്തേക്ക് വീണ് പോവും. അവിടേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇട്ടാ. ഏത്? അത് മണ്ണ്. ബീന്ന് എഴുതിയതാണത്.
വടിയായിട്ട് ബി എന്ന് എഴുതിയല്ലേ. അപ്പൊ സി എവിടെ? അതെന്താ? ബി. ആയിക്കോട്ടെ. അപ്പൊ എയോ? എ ആണത്. വെരി ഗുഡ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.